Hi, hello, welcome back to Learnino. RRB, JE, CBT2 exam prepare ചെയ്യുന്നവർക്കായിട്ട് ഇലക്ട്രോണിക്സ് PYQ സീരീസിലെ സെറ്റ് 4 questions ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. Let's start. Name the PCB side on which components are mounted. PCB യുടെ ഏത് സൈഡിലാണ് നമ്മൾ കമ്പോണൻസ് മൗണ്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. Component side, solder side, copper side, track side. അപ്പോൾ നമുക്കറിയാം ഇതിലെ PCB-യിൽ നമുക്ക് ഒരു ടോപ്പ് സൈഡും ഒരു ബോട്ടം സൈഡും ഉണ്ട് അല്ലേ? ടോപ്പ് സൈഡിനെ പറയുന്ന പേരാണ് കോമ്പോണന്റ് സൈഡ്, ബോട്ടം സൈഡിനെ പറയുന്ന പേരാണ് സോൾഡർ സൈഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ കോമ്പോണന്റ് സൈഡിലാണ് നമ്മൾ ഈ കോമ്പോണന്റ്സ്, റെസിസ്റ്റേഴ്സ്, കപ്പാസിറ്റേഴ്സ്, ഐസീസ്, അതേപോലെ തന്നെ കണക്ടേഴ്സ് ഒക്കെ പ്ലേസ് ചെയ്യുന്നത്. ബോട്ടം സൈഡിൽ എന്താ വരുന്നത്? സോൾഡർ ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ടോപ്പ് സൈഡ് ബോട്ടം സൈഡ് എന്ന് അറിഞ്ഞാലും അതിന്റെ ഈ ഒരു പേരും കൂടെ അറിഞ്ഞാലേ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. സോ നമുക്ക് ഫ്രം ദ ഓപ്ഷൻസ് ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? കോമ്പോണന്റ് സൈഡ് എന്നുള്ളതാണ്. അതായത് കോമ്പോണന്റ്സ് മൗണ്ട് ചെയ്യുന്നത് നമുക്ക് കോമ്പോണന്റ് സൈഡ് എന്നാണ് വരുന്നത്. ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, ഡയലക്ട്രിക് സ്ട്രെങ്ത് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ഡാഷ് പെർ യൂണിറ്റ് തിക്നെസ് ഓഫ് ദ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ. ഡയലക്ട്രിക് സ്ട്രെങ്ത് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് വോൾട്സ് പെർ യൂണിറ്റ് തിക്നെസ് ആണ്. വോൾട്സ് പെർ യൂണിറ്റ് തിക്നെസ് ആണ്. ഓപ്ഷൻസിലെ വോൾട്സ്, വാട്ട്സ്, ഓംസ് ആൻഡ് ആംപിയേഴ്സ് വന്നിട്ട്. സോ വോൾട്സ് ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, ഗൺ ഡയോഡ് ഈസ് മെയ്ഡ് ഓഫ്. ഗൺ ഡയോഡിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഗാലിയം ആർസനൈഡും ഗാലിയം ഫോസ്ഫൈഡും ആണ് യൂസ് ചെയ്യുന്നത്. ഓപ്ഷനിൽ ഗാലിയം ആർസനൈഡ്, ജർമേനിയം, സിലിക്കൺ, സെലേനിയം തന്നിട്ടുണ്ട്. സോ ഗാലിയം ആർസനൈഡ് നമുക്ക് ചൂസ് ചെയ്യാം. ഓപ്ഷൻ എ. ഇതെല്ലാം നേരത്തെ ചോദിച്ച ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പൊ ഈ ഒരു പാറ്റേൺ നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക, എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളത്. നെക്സ്റ്റ് വൺ, RMS വാല്യൂ ആൻഡ് മീൻ വാല്യൂ ഈസ് സെയിം ഇൻ കേസ് ഓഫ്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. RMS വാല്യൂ, മീൻ വാല്യൂ ഏതിലാണ് സെയിം വരുന്നത്? സൈൻ വേവ്, ഹാഫ് വേവ്, റെക്ടിഫൈഡ് സൈൻ വേവ്, ട്രയാങ്കുലർ വേവ് ആൻഡ് സിമെട്രിക് സ്ക്വയർ വേവ്. അപ്പോ RMS വാല്യൂ അതേപോലെ തന്നെ മീൻ വാല്യൂ. സൈൻ വേവിന്റെ കേസിൽ RMS വാല്യൂ മീൻ വാല്യൂവിനേക്കാൾ കൂടുതലായിരിക്കും. ഹാഫ് വേവ്, റെക്ടിഫൈഡ് ആയിട്ടുള്ള സൈൻ വേവ് ആണെങ്കിലോ അവിടെ RMS വാല്യൂ ഇസ് ഗ്രേറ്റർ ദാൻ മീൻ വാല്യൂ ആയിരിക്കും. ട്രയാങ്കുലർ വേവിന്റെ കേസിലാണെങ്കിലും RMS വാല്യൂ കൂടുതലായിരിക്കും. അത് സെയിം ആയിട്ട് വരുന്നത് സിമെട്രിക്കൽ ആയിട്ടുള്ള സ്ക്വയർ വേവിന്റെ കേസിലായിരിക്കും നമുക്ക് RMS വാല്യൂം അതുപോലെ തന്നെ മീൻ വാല്യൂം ഈക്വൽ ആവുന്നത്. ഓക്കെ, അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വേവ് ഫോം സിമെട്രിക്കൽ ആണെന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഹാവ്സ് ഈക്വൽ ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് RMS വാല്യൂ, മീൻ വാല്യൂ സെയിം ആയിട്ട് വരുന്നത്. സിമെട്രിക്കൽ സ്ക്വയർ വേവിന്റെ കേസിൽ മാത്രമായിരിക്കും അങ്ങനെ വരുന്നത്. സോ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. Next, what is the ripple factor of full wave bridge rectifier? Full wave bridge rectifier ripple factor. അപ്പൊ ഈ റെക്ടിഫയറിന്റെ പാർട്ടിൽ നിന്ന് ഹാഫ് വേവ്, ഫുൾ വേവ്, സെന്റർ ടാപ്ഡ് ഫുൾ വേവ്, ബ്രിഡ്ജ് റെക്ടിഫയർ, ഇതിന്റെ എല്ലാം നമ്മൾ പീക്ക് ഫാക്ടർ, RMS, റിപ്പിൾ ഫാക്ടർ, TUF, ട്രാൻസ്ഫോമർ യൂട്ടിലൈസേഷൻ ഫാക്ടർ, അങ്ങനെയുള്ളതെല്ലാം പാരാമീറ്റേഴ്സിന്റെ വാല്യൂ, എഫിഷ്യൻസി, അതെല്ലാം പഠിച്ചു വെക്കണം. അത് പല എക്സാംസിനും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു കാണുന്നതാണ്. 0.482 is the ripple factor of full wave bridge rectifier. Next, a double beam oscilloscope has two screens, two electron guns, one vertical amplifier, two different phosphor coatings. But double beam എന്ന് പറയുമ്പോൾ നമുക്കൊരു 2 എന്നുള്ള ഒരു ആൻസർ കിട്ടും. പക്ഷെ സ്ക്രീൻ ആണോ, ഇലക്ട്രോൺ ഗൺ ആണോ, ഫോസ്ഫർ കോട്ടിംഗ് ആണോ എന്ന് അറിയണം. 2 ഇലക്ട്രോൺ ഗണ്ണുകളാണ് ഡബിൾ ബീം ഓസിലോസ്കോപ്പിൽ ഉണ്ടാവുക. സോ ഓപ്ഷൻ ബി ഇസ് കറക്റ്റ് ആൻസർ. Next, which of the following components convert fixed DC to variable DC? Fixed DC യിൽ നിന്ന് വേരിയബിൾ ഡിസിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് റെക്ടിഫയർ, ചോപ്പർ, സൈക്ലോ കൺവേർട്ടർ ആൻഡ് ഇൻവേർട്ടർ. പവർ ഇലക്ട്രോണിക്സിൽ നമ്മൾ പഠിക്കുന്നതാണ് ഇതെല്ലാം. അപ്പൊ ഇതില് റെക്ടിഫയർ എന്ന് പറയുന്നത് ഫിക്സഡ് DC ടു വേരിയബിൾ DC അല്ല. ഫിക്സഡ് DC ടു വേരിയബിൾ DC കൺവേർട്ട് ചെയ്യുന്ന കമ്പോണന്റ് എന്ന് പറയുന്നത് ചോപ്പർ. ഇറ്റ് ഈസ് ചോപ്പർ, ഓപ്ഷൻ ബി. Then process of transferring data electronically from one place to another. It is data communication, data receiving, data processing and data sending. Very easy. It is data communication, option A. Then what is the effect of current shunt feedback? Current shunt feedback and effect. ഓപ്ഷനിൽ തന്നിരിക്കുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യോ ഡിക്രീസ് ചെയ്യോ എന്നുള്ള. അപ്പൊ കറന്റ് ഷണ്ട് ഫീഡ്ബാക്കിൽ വരുമ്പോൾ എങ്ങനെയായിരിക്കും? ഇൻപുട്ട് റെസിസ്റ്റൻസ് ഡിക്രീസസ് ആൻഡ് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഇൻക്രീസസ്. ഇറ്റ് ഈസ് എ കറക്റ്റ് ആൻസർ. Next, what are the advantage of using electrical transducer? Electrical transducer using the advantage. Small and non-portable, large and non-portable, large and portable reduce effects of friction.
ഇലക്ട്രിക്കൽ ട്രാൻസ്ഡ്യൂസേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രിക്ഷന്റെ എഫക്ട് റെഡ്യൂസ് ചെയ്യാം എന്നുള്ളതാണ് അതിന്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു സെറ്റിലെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. നെക്സ്റ്റ് സെറ്റിലെ ക്വസ്റ്റ്യൻസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു.